വീഡിയോസ് തീർച്ചയായിട്ടും കാണണം, ഇല്ലെങ്കിൽ കരയേണ്ട വരും. സത്യം പറഞ്ഞാൽ ഞാനും എൻ്റെ വൈഫും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇത്ര എരന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഞാനിത് തമാശയായിട്ടല്ല പറയണത്. ഈ വാച്ചിലോട്ട് നിങ്ങൾ സമയം നോക്കി, എൻ്റെ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾക്ക് 10 മണിക്ക് മെഡോ ഹോളിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു, ഫ്ലിക്സ് ബസ്. ഓക്കെ, ഞങ്ങൾ വന്നു. ഞങ്ങൾക്ക് ഇന്ന് രാത്രി എത്തിഹാദും ഉണ്ട്, എത്തിഹാദ് ഫ്ലൈറ്റ് നാട്ടിലോട്ട്, വൈഫും കൊച്ചുങ്ങളും നാട്ടിലോട്ടും പോവാണ്. ഞങ്ങളിവിടെ വന്നു, ഞങ്ങൾ ബസ് കയറാൻ പോയി. കാര്യം ഞാൻ ഒത്തിരി ഇൻഫർമേഷൻ വീഡിയോ ചെയ്യണതാണ്, എല്ലാം കാര്യങ്ങളുമാണ്. പക്ഷേ ആദ്യമായിട്ട് UK വന്നിട്ട് എനിക്ക് അടി പതറി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇതാണ്. ഓക്കെ, അപ്പം നിങ്ങൾ നാട്ടിലോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ബസ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 വയസ്സിന് സബീസുകളുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ വൈഫും കൊച്ചും എല്ലാവരും നാട്ടിലോട്ട് പോവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ്. ഓക്കെ, നമ്മൾ നിന്ന റൂമും കാര്യങ്ങളുമാണിത്. ഏറ്റവും സന്തോഷകരമായ റൂം, നമ്മുടെ അലി ഉണ്ടായ റൂം, എല്ലാം ഈ റൂമിൽ വെച്ചായിരുന്നു. അപ്പോൾ ഈ റൂം പിരിയുമ്പോൾ ചെറിയൊരു സങ്കടമുണ്ട്. ഓക്കെ, പക്ഷെ ഇതൊരു ഓർമ്മയ്ക്കായിട്ട് എടുക്കുന്ന വീഡിയോ ആണ്. ഓക്കെ, ഇനിയിപ്പോൾ എൻ്റെ മക്കൾ UK വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. ഓൾമോസ്റ്റ് നിർത്തിയ മട്ടാണ്. ഓക്കെ, പക്ഷേ UK പോസിറ്റീവ് വീഡിയോസ് എല്ലാം നമ്മുടെ ചാനലിൽ തന്നെയായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഓക്കെ ഗൈസ്, നല്ല ബുദ്ധിമുട്ടുണ്ട്. എന്നും വ്ളോഗ് എടുക്കുമ്പോൾ നല്ല സന്തോഷത്തിൽ എടുക്കുന്നതാണ്. ഇന്ന് ചെറിയൊരു സങ്കടമുണ്ട്. അവർ UK വിട്ട് പോവാണ്. വൈഫ് 5 മാസം കഴിഞ്ഞിട്ടാണ് വരുള്ളൂ. ഞാൻ വിളിക്കാനാണ് നാട്ടിൽ പോകണുള്ളൂ. അപ്പോൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ റേറ്റിന് കിട്ടി കേട്ടോ. 230 പൗണ്ടിന് വൈഫിന് ടിക്കറ്റ് കിട്ടി. അപ്പോൾ എങ്ങനെയാണ് ടിക്കറ്റ് എടുത്തതെന്നുള്ളതിനെ പറ്റിയെല്ലാം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. ഓക്കെ, ഈ ചാനൽ നല്ല ഉഷാറാക്കണമെന്നുണ്ട്, നിങ്ങളുടെ സപ്പോർട്ട് വേണം. നമ്മൾ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയിട്ടുണ്ട്, പക്ഷേ ഇൻഷാല്ലാ നമ്മൾ നല്ല നല്ല വീഡിയോസായിട്ട് തന്നെയായിരിക്കും. BRP പാസ്പോർട്ട് മാത്രമല്ലേ ഉള്ളൂ, പിന്നെ ടിക്കറ്റിൻ്റെ കോപ്പി. അമന ഇങ്ങോട്ട് നോക്കിയേ, ബൈ സി യു പറ, റൂമിനോട് ബൈ സി യു പറ. ബൈ, ഇറങ്ങി. ഇതായിരുന്നു നമ്മുടെ അടുക്കള എല്ലാം ഒന്ന് ഓടിച്ചു കാണാണ്. എല്ലാം ഭയങ്കര ഡേർട്ടിയാണ്. ഇന്നലെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു, അതുകൊണ്ട് എല്ലാം അങ്ങനെയാണ് കിടക്കുന്നത്. പോട്ടെ. ഇല്ല, എനിക്ക് ജാക്കറ്റ് ഒന്നും വേണ്ട. ലണ്ടൻ ടിക്കറ്റ് ആണെങ്കിൽ ഇപ്പം ഞങ്ങൾ പോകുന്ന ടിക്കറ്റ് ഒരാൾക്ക് 6 പൗണ്ട് 7 പൗണ്ടിന് കിട്ടിയത് ഫ്ലെക്സിന്നായിരുന്നു. ഇതവണ നമ്മൾ ടിക്കറ്റ് എടുക്കുമ്പോൾ നമുക്ക് കാശ് കൊടുക്കേണ്ട കാര്യം വന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി ഒരു 2 മാസം മുമ്പ് ലണ്ടൻ പോകാൻ വേണ്ടി ഒരു ടിക്കറ്റ് എടുത്തിട്ട് അന്ന് പോകാൻ പറ്റിയില്ല. അപ്പോൾ അത് ക്യാൻസൽ ചെയ്തപ്പോൾ ആ റീഫണ്ട് കിടക്കണ്ടായിരുന്നു. അങ്ങനെ റീഫണ്ട് കിടക്കണ്ടെങ്കിൽ 1 വർഷത്തിനുള്ളിൽ എപ്പോഴെങ്കിലും ടിക്കറ്റ് എടുത്താൽ മതി. ഓ അമിന മോളെ, അല്ല പെട്ടി അത് ഒരഞ്ഞു പോവും, അതുകൊണ്ടല്ലേ. പോ ഫാമിലി വ്ളോഗ് ചെയ്യണില്ല എന്ന് എല്ലാവർക്കും ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതാണ് ഫാമിലി. ഓക്കെ, ഇതിപ്പോൾ ചെയ്യാൻ വേറൊരു കാരണമല്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ വീഡിയോ എനിക്ക് തന്നെ ഒന്ന് കാണണമെന്നുണ്ട്, അതുകൊണ്ടാണ്. ഇത് നമ്മുടെ റൂം. പിന്നെ PSW ഞങ്ങൾ 4 പേരുണ്ടല്ലോ, എനിക്കും വൈഫിനും മാത്രമാണ് PSW എടുത്തോളൂ. നിങ്ങൾക്കറിയാലോ, അപ്പോൾ PSW എടുക്കണമെങ്കിൽ 3 ലക്ഷം വേണം. അപ്പോൾ നമ്മൾ 4 പേർക്ക് എടുക്കുകയാണെങ്കിൽ 12 ലക്ഷം വേണം. പിന്നെ നമ്മൾ വേറെ വിസ അങ്ങനെ നോക്കിയില്ല, നമ്മൾ നമ്മുടെ ഫീൽഡിൽ മാത്രമാണ് നോക്കിയിട്ടുള്ളൂ. അവളാണെങ്കിൽ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷനാണ്. അപ്പോൾ അതിൽ കിട്ടുവാണെങ്കിൽ നിൽക്കാമെന്നുള്ള ഒരു ഉറപ്പ് നാട്ടിൽ നിന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്നു. പിന്നെ ഞാനാണെങ്കിലും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആയിരുന്നു പഠിച്ചതെല്ലാം. പക്ഷേ നിങ്ങൾക്കറിയാം, പക്ഷേ ഞാനിവിടെ NHSലാണ് വർക്ക് ചെയ്യണത്. വേറെ ഒന്നും കൊണ്ടല്ല, ജോലി അതിലാണ് കിട്ടിയത്. പക്ഷേ ഇനിയിപ്പോൾ ഞങ്ങൾ സ്പ്ലിറ്റപ്പ് ചെയ്തിട്ടാണെങ്കിൽ ജോലി അന്വേഷിക്കാം. ഇപ്പോൾ ഒരു ചെറിയ ജോലി വന്നിട്ടുണ്ട് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ട് ലണ്ടനിൽ. അതിനെപ്പറ്റി എല്ലാ വീഡിയോ വരും. കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് എനിക്കറിയാം, ഞാനിടുന്ന വീഡിയോ എല്ലാം ഒന്നിനൊന്നും മോശമായിരുന്നു എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, PSW എടുക്കുന്നതിൻ്റെ ടൈറ്റ് കഴിഞ്ഞൊരു മാസം കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഒരു 7 ലക്ഷം രൂപയുടെ അടുത്താണ്. 6000 പൗണ്ട് PSWക്കും എല്ലാവർക്കും കൂടിയുള്ള ടിക്കറ്റ് 700, പിന്നെ ലണ്ടൻ്റെ റൂമും കാര്യങ്ങളൊക്കെ ആയിട്ട് അത്യാവശ്യം പോയി. അപ്പോൾ അതിൻ്റെ കുറച്ച് ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ടെൻഷനല്ല, ആ കാശ് റെഡിയാക്കാനുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും. പിന്നെ നമുക്കും ഒത്തിരി വിസ ഓഫറും കാര്യങ്ങളെല്ലാം വന്നു. പിന്നെ ഫീൽഡ് മാറി പോകണ്ടല്ലോ എന്ന് ഓർത്തു. നിൽക്കുവാണെങ്കിൽ നമ്മുടെ ഫീൽഡിൽ നിന്നുള്ളൊരു ഉറപ്പ് ആദ്യമേ മനസ്സിലെടുത്തിട്ടുണ്ടാകും. അതാണ്, വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കായിരുന്നു. നമ്മുടെ വ്ളോഗ് കാണുന്നവരാണെങ്കിൽ ഒത്തിരി പേര് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ റെഡിയായിരുന്നു. ഓക്കെ, എന്തിനാണ് അബീസ് ബ്രോ പോകണം, ഇവിടെ നിന്നാൽ പോരെ, നമുക്ക് എന്തെങ്കിലും വിസയാക്കാം, നമുക്ക് ഷോപ്പിൽ വിസയാക്കാം, ഇല്ലെങ്കിൽ കെയർ റൂമിൽ വിസയാക്കാമെന്നൊക്കെയും ഒത്തിരി നല്ല മനസ്സുകൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേണ്ട, നമ്മൾ തന്നെ കണ്ടുപിടിക്കും. നമുക്കിനി 2 വർഷം സമയമുണ്ട്. 2 വർഷത്തിനുള്ളിൽ UK ഒരു വിസ നമ്മൾ നമ്മുടെ ഫീൽഡിൽ തന്നെ കണ്ടുപിടിക്കും എന്നുള്ള നല്ലൊരു വിശ്വാസം
എനിക്കുണ്ട് മച്ചാനെ വിശ്വാസം. അതാണെല്ലാം. ഇതാണ് ഞങ്ങൾ സ്ഥിരം പോയിക്കൊണ്ടിരുന്ന ട്രാം സ്റ്റേഷൻ. മെഡോ ഹോൾ പോവാണെങ്കിലും കത്തീഡ്രൽ പോവാണെങ്കിലും എവിടെ പോകണമെങ്കിലും, പടത്തിന് പോവാണെങ്കിലും പർച്ചേസിന് പോവാണെങ്കിലും എവിടെ പോയാലും ഇതാണ്. പിന്നെ ആമിന വന്നതിന് മുമ്പ് നമ്മൾ നിന്ന സ്ഥലമാണെങ്കിൽ ഇതേ കാണുന്ന സ്ഥലം ആസ്പെത്രി എന്നുള്ളത്. ഓക്കെ ഗൈസ്, യാത്ര ചെയ്യുന്നതോടായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് മാറ്റർ ഞാൻ നിങ്ങളോട് പറയാം ഗൈസ്. നിങ്ങളെല്ലാവരും ഈ വീഡിയോ തീർച്ചയായിട്ടും കാണണം, ഇല്ലെങ്കിൽ കരയേണ്ട വരും. സത്യം പറഞ്ഞാൽ ഞാൻ ഇന്ന് എൻ്റെ വൈഫും ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇത്ര എരന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. ഓക്കെ, ഞാനിത് തമാശയായിട്ടല്ല പറയണത്. ഈ വാച്ചിലോട്ട് നിങ്ങൾ സമയം നോക്കി, എൻ്റെ ടിക്കറ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾക്ക് 10 മണിക്ക് മെഡോ ഹോളിൽ നിന്ന് ബസ് ഉണ്ടായിരുന്നു, ഫ്ലിക്സ് ബസ്. ഓക്കെ, ഞങ്ങൾ വന്നു. ഞങ്ങൾക്ക് ഇന്ന് രാത്രി എത്തിഹാദും ഉണ്ട്, എത്തിഹാദ് ഫ്ലൈറ്റ് നാട്ടിലോട്ട്. വൈഫും കൊച്ചുങ്ങളും നാട്ടിലോട്ടും പോവാണ്. ഞങ്ങളിവിടെ വന്നു, ഞങ്ങൾ ബസ് കയറാൻ പോയി. കാര്യം ഞാൻ ഒത്തിരി ഇൻഫർമേഷൻ വീഡിയോ ചെയ്യണതാണ്, എല്ലാം കാര്യങ്ങളുമാണ്. പക്ഷേ ആദ്യമായിട്ട് UK വന്നിട്ട് എനിക്ക് അടിപതറി എന്ന് പറഞ്ഞ സിറ്റുവേഷൻ ഇതാണ്. ഇന്ന് ഞാനും എൻ്റെ വൈഫും ഇപ്പം ആ ബസ് പോയി, 10-15 ആ ബസ് പോയി. ഞങ്ങളിപ്പോഴും ഇവിടെ നിൽക്കുവാണ്. കാരണം ഞങ്ങൾ ആ ബസ്സിൽ കയറ്റിയില്ല, കാരണം ചൈൽഡ് സീറ്റ് ഇല്ലയെന്നും പറഞ്ഞ് ഞങ്ങൾ വിളിച്ചു. ഞങ്ങളുടെ പാസ്പോർട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിച്ചു കൊടുത്തു. ഇന്ന് എൻ്റെ പാസ്പോർട്ട് നിങ്ങൾ വെച്ചോ, ഞാൻ വിക്ടോറിയയിൽ വരുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ എവിടെ വേണമെങ്കിലും പോയി സംസാരിച്ചോളാം, നിങ്ങൾ എന്നെ ഈ ബസ്സിൽ കയറ്റി. എനിക്ക് ഇന്ന് രാത്രി 9 മണിക്ക് ഫ്ലൈറ്റാന്ന് പറഞ്ഞു. ഇപ്പോൾ സമയം 10 മണി. ഈ വണ്ടി അവിടെ എത്തുമ്പോൾ 2 മണി. പിന്നെ വിക്ടോറിയയിൽ പോയി എയർപോർട്ടിൽ എത്താനുള്ള സമയമുള്ളൂ. ഞാൻ അവരോട് കെഞ്ചി കാല് പിടിച്ചിട്ട് പോലും അവരെന്നെ ആ അതിൽ കയറ്റിയില്ല. കാര്യം അവർ കയറ്റാത്തതിൽ എനിക്ക് വലിയ ചെറിയ വിഷമമുണ്ട്, പക്ഷെ പരാതിയില്ല. കാരണം അതാണ് റൂള്, ഇവിടെ അങ്ങനെ കയറ്റിക്കൂടാ. ഓക്കെ, അപ്പം നിങ്ങൾ നാട്ടിലോട്ടേക്ക് പോകുമ്പോൾ നമ്മൾ ഈ ബസ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 3 വയസ്സിന് ഇത് ഫ്ലെക്സിൻ്റെ ആയിട്ട്, എനിക്ക് നാഷണൽ എക്സ്പ്രസിൻ്റെ കാര്യം ഒന്നും അറിയില്ല. ഫ്ലെക്സിൽ 3 വയസ്സിന് താഴത്തോട്ടുള്ള മക്കളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാർ സീറ്റ് വേണം, ഇല്ലെങ്കിൽ അവർ കയറ്റില്ല. നമ്മൾ എത്ര കരഞ്ഞ് കൈയും കാലും പിടിച്ച് നമ്മുടെ പാസ്പോർട്ട് കൊടുക്കാം, BRP കൊടുക്കാം എന്ന് പറഞ്ഞാലൊന്നും അവർ കേൾക്കില്ല. അപ്പോൾ ഇത് നിങ്ങൾ തീർച്ചയായിട്ടും മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യണുണ്ട്. ഇത് എൻ്റെ പേഴ്സണൽ അനുഭവമാണ്. ഇപ്പം ഷെഫീൽഡിലുള്ളവർക്ക് അറിയാം ഞാൻ എവിടെയാണ് നിൽക്കണേന്നുള്ളത്. ഫ്ലെക്സ് ബസ്സിൻ്റെ കൗണ്ടറിലാണ് നിൽക്കണം. ഇവിടെ നാഷണൽ എക്സ്പ്രസിൻ്റെ എല്ലാം ഉണ്ട്. നമ്മൾ അവരോട് അത്രയും നമ്മളാണെങ്കിൽ എന്ത് വിചാരിക്കും, ഇവർക്ക് ഇങ്ങനെ പോകണം. ഞാൻ എൻ്റെ എത്തിഹാദിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ഞാൻ കാണിച്ചു കൊടുത്തു. ആമിന, ഫ്ലൈറ്റ് ടിക്കറ്റ് വരെ ഞാൻ അവരെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പോലും പുള്ളി ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു കയറ്റൂല. ഒരു മനുഷ്യത്വം. ഇത് കാണുമ്പം എനിക്കറിയാം എൻ്റെ ഭാഗത്ത് തെറ്റെന്ന് എനിക്കറിയാം. എന്താണെന്ന് വെച്ചാൽ ഞാനതൊന്ന് ടിക്കറ്റ്സിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ചു നോക്കണം. പിന്നെ നമ്മളാണെങ്കിലും മാക്സിമം എല്ലായിടത്തും ഫ്രണ്ട്സിൻ്റെ ഒപ്പം കാറിലും ട്രെയിനിലുമാണ് യാത്ര ചെയ്തത്. ആദ്യമായിട്ടാണ് അലി ഉണ്ടായിട്ട് ബസ്സിൽ കയറി പോകണം. അപ്പം ആ ഒരു പാളിച്ച എനിക്ക് പറ്റി. ഇന്നും ഈ ഇൻഫർമേഷൻ അറിയാത്ത ഒത്തിരി പേരുണ്ടാവും. ഓക്കെ, അപ്പം ഇത് മാക്സിമം എല്ലാവരോടും എത്തിക്കുക. പണി പാളിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. പക്ഷെ അവർ ടിക്കറ്റ് നമുക്ക് റീഫണ്ട് തരാമെന്ന് പറഞ്ഞു. പക്ഷേ ഇത് നല്ല പണിപാളിലായിപ്പോയി. അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കും വരാതിരിക്കട്ടെ. 3 വയസ്സിന് താഴെ നിങ്ങൾ ഫ്ലിക്സ് ബസ്സിലാണ് പോകണമെങ്കിൽ, അപ്പോൾ നിങ്ങൾ ഇനി നാഷണൽ ബസ്സിൻ്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ, UK വേറെ ഏതെങ്കിലും ബസ്സിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം കേട്ടോ. അതായത് പല ആളുകളും ഇപ്പം നമുക്ക് പിന്നെ ഫ്ലൈറ്റ് 9 മണിക്കാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് 12 മണിക്ക് നാഷണൽ എക്സ്പ്രസിൻ്റെ ബസ്സുണ്ട്. അത് 4:20 ആകുമ്പോൾ ലണ്ടൻ എത്തും. ആ ഒരു ചെറിയ ആശ്വാസം ഉള്ളതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ടെൻഷൻ അടിച്ച് മരിച്ചു പോകും നമ്മൾ. കാര്യം 800 പൗണ്ടിൻ്റെ ടിക്കറ്റ് നമുക്ക് അവിടെ കിടക്കുക നാട്ടിലോട്ടുള്ളത്. ഓക്കെ, ഫ്ലൈറ്റ് ഇപ്പം നമുക്ക് വേണ്ടി നിർത്തി വയ്ക്കാനൊന്നും പറ്റുമൊന്നുമില്ലല്ലോ. അപ്പം ശ്രദ്ധിക്കുക, ഇതൊരു ചെറിയ ഇൻഫർമേഷനാണ്. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ, ഇതിൽ കൂടുതൽ എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എപ്പോഴും കമൻറ്റ് ഇടാൻ പറയണ പോലെ അല്ല കേട്ടോ. നിങ്ങൾക്ക് നാഷണൽ എക്സ്പ്രസിൻ്റെയോ മെഗാ ഫ്ലെക്സിൻ്റെയോ ഒക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ മച്ചാനെ. ഓക്കെ, അപ്പോൾ ഓക്കെ എന്നാ ബൈ. 3 വയസ്സ് താഴെയാണെങ്കിൽ കാർ സീറ്റ് ഇല്ലാണ്ട് കയറ്റാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ചോദിച്ചു അവരോട്, മറ്റേ വേറൊരു കസ്റ്റമർ സർവീസിനോട് നമ്മൾ വിളിച്ചായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, പിന്നെ ഡ്രൈവറിനോട് ചോദിക്കും, പുള്ളിയുടെ റെൻറ്റിന് എടുക്കാനാന്ന് വെച്ചാൽ ബോറോ ചെയ്യാനുണ്ടെങ്കിൽ എടുപ്പിക്കാൻ. പുള്ളി അമ്പലം വലിയ എടുക്കുമല്ലോ, എൻ്റെ ഇല്ല അത്ര ഉള്ള രീതിയിൽ നമ്മൾ ഒത്തിരി ഒന്ന് പറഞ്ഞു നോക്കും. കാര്യം ഇന്ന് 10 മണിക്കാണ് ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉള്ളത്. വിസ എക്സ്പയർ ആവുക, ഞങ്ങളുടെ BRPയും പാസ്പോർട്ടും ഒക്കെ വേണമെങ്കിൽ തന്നേക്കാൻ, കയ്യിൽ പിടിച്ചോ, ഒരു ഉറപ്പിന് വേണ്ടി. എന്നിട്ട് ഫുൾ റെസ്പോൺസിബിലിറ്റി ഞങ്ങൾ എടുത്തോളാം, വേണമെങ്കിൽ എന്തെങ്കിലും എഴുതി തരാമെന്ന് വരെ പറഞ്ഞു. ഒരു അനക്കവും ഇല്ല. ഒരു രീതിയിൽ പിള്ളേരുടെ പാസ്പോർട്ട് ഇവിടെ നിയമം വിട്ട് ഈ രാജ്യത്തൊന്നും കളിക്കൂല എന്ന് പറയണ ഇതാണ്. ഇവര് എന്നാണെങ്കിലും കാർ സീറ്റുമായിട്ട് എത്താന്ന് പറഞ്ഞു. ഇൻ കേസ് എന്തെങ്കിലും ഒരു പണി കിട്ടി കഴിഞ്ഞാല് എനിക്കോ പറ്റി, ഇനി വേറൊരാൾക്ക് ഈ അവസ്ഥ ഉണ്ടാവരുത്.